അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെ മൻസൂർ മണ്ണാർക്കാടിന് എന്തോ പറയാനുണ്ട്. ആദ്യം നമുക്കതൊന്ന് കേൾക്കാം. ഒരു വിഷയം പറയുമ്പോൾ അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ അതിന് തെളിവ് എന്താണ് എന്ന് ഇവർ പറഞ്ഞു കൊടുക്കും. നിങ്ങൾ അള്ളാഹുവിനെ അല്ലാണ്ട് വിളിച്ചു പ്രാർത്ഥിക്കാം എന്ന് പറയുമ്പോൾ അതിന്റെ തെളിവ് എന്താന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ തസ്കല്ലാനി പറഞ്ഞു, കസ്തല്ലാനി പറഞ്ഞു, അതുപോലെ തന്നെ ഇമാറംലി പറഞ്ഞു എന്നല്ലേ പറയാ. പറയുന്നത് കേട്ടില്ലേ? ബഹുമാനപ്പെട്ട ഇമാമിയങ്ങളെ, മുസ്ലിം ലോകം ആദരിക്കുന്ന ഇമാമിയങ്ങളെയാണ് ഇദ്ദേഹം ഈ കളിയാക്കുന്നത്. എന്തൊരു ധാർഷ്ട്യമാണ് ഈ കാണിക്കുന്നത്. അല്ല മൻസൂറെ, താങ്കൾ ചിന്തിക്കണം. താങ്കൾ നിസ്കാരം പഠിച്ച് എവിടെ നോക്കിയിട്ടാ? ഖുർആൻ മറിച്ച് നോക്കിയിട്ടാണോ? ഖുർആൻ പരിഭാഷ നോക്കിയിട്ടാണോ ഓരോ നിസ്കാരങ്ങളും നിസ്കരിക്കുന്നത്? പോട്ടെ, ഹദീസുകൾ നോക്കിയിട്ടാണോ നിസ്കാരങ്ങളും മറ്റുള്ള നോമ്പും കർമ്മങ്ങളും നിർവഹിക്കുന്നത്? താങ്കൾക്ക് കഴിയുമോ ഫർള് നിസ്കാരം, ളുഹ്ർ നിസ്കാരത്തിന്റെ ഓരോ ഫർളുകളും അതുപോലെ തന്നെ ഓരോ സുന്നത്തുകളും ഓരോ കാര്യങ്ങളും ഒന്ന് ഖുർആൻ വെച്ച് തെളിയിക്കാൻ താങ്കൾക്ക് കഴിയുമോ? പോട്ടെ, ഹദീസ് വെച്ചിട്ട് സ്വഹീഹുൽ ബുഖാരിയും മുസ്ലിമും വെച്ചിട്ട് അതൊന്ന് സമർത്ഥിക്കാൻ താങ്കൾക്ക് കഴിയുമോ? ഇല്ല. ഈ ഇമാമിയങ്ങളാണ് ഇത്രയും ചിട്ടയിലും മട്ടത്തിലുമായി മുസ്ലിം ലോകത്തിന് ഇത് സമ്മാനിച്ചു തന്നത്. ആ ഇമാമിയങ്ങളെയാണ് ഈ കുതിര കയറുന്നത്. ആ ഇമാമിയങ്ങളെയാണ് ഈ കളിയാക്കുന്നത്. എന്ത് ഈമാനാണ് താങ്കൾക്കുള്ളത്? എന്തൊരു ധാർഷ്ട്യമാണ് ഈ കാണിക്കുന്നത്. ഇമാം ഖസ്തല്ലാനിയെയും അതുപോലെ തന്നെ മറ്റുള്ള ഇമാമിയങ്ങളെയൊക്കെ പച്ചക്ക് പരിഹസിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതെന്തൊരു ധാർഷ്ട്യമാണ്. അല്ല മൻസൂർ, താങ്കളൊന്ന് മനസ്സിലാക്കണം. ഈ ലോകത്ത്, ഈ മുസ്ലിം ലോകത്ത്, ഇസ്ലാമിക ലോകത്ത് ഒരു ഹദീസ് സ്വഹീഹാണോ ദഈഫാണോ മാനദണ്ഡം ആര് പഠിപ്പിച്ചു? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇന്ന സ്വഹാബി റിവായത്ത് ചെയ്താൽ അത് സ്വഹീഹാണ്, മറ്റേ സ്വഹാബി റിവായത്ത് ചെയ്താൽ അത് ദഈഫാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? ആരാണ് ഇവിടെ സ്വഹീഹിന്റെയും ദഈഫിന്റെയും മാനദണ്ഡം പഠിപ്പിച്ചത്? അത് ഇമാമിയങ്ങളാണ്. ഒരു ഹദീസ് സ്വഹീഹാണ് ദഈഫാണ് എന്നതിന്റെ മാനദണ്ഡം പഠിപ്പിച്ച ഇമാമിയങ്ങളാണ്. ഇങ്ങനെ ഇസ്ലാമിന്റെ ഏതേത് കാര്യങ്ങളും അതിന്റെ ചിട്ടവട്ടത്തിൽ അതിനെ നമുക്ക് നന്നാക്കി തന്ന ആ നിലക്കും നമുക്ക് പ്രായോഗികമാക്കുന്ന രൂപത്തിൽ നമുക്ക് ആക്കി തന്നത് ഈ മുൻകഴിഞ്ഞ ഇമാമിയങ്ങളാണ്. ആ ഇമാമിയങ്ങളെയാണ് ഈ കൊഞ്ഞനം കുത്തുന്നത്. ഇതെന്തൊരു തോന്നിവാസമാണ്. എന്നാൽ ബാലുശ്ശേരി പറയുന്നെങ്കിലും താങ്കൾ കേൾക്കണ്ടേ? മുജാഹിദ് ബാലുശ്ശേരിക്ക് വരെ കുറെ അന്തം വെച്ചു. കേട്ടോളൂ നിങ്ങൾ മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത്. തിരിച്ചറിയൂ. ഹനീഫായി കൊടുക്കുക തിരിച്ചറിയും. അതൊന്ന് മനസ്സിലാക്കാനുള്ള കഴിവും ആണോ? അപ്പോ ഇത് ഷിർക്കിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് മുജാഹിദിൽപ്പെട്ട ഒരു വിഭാഗം എന്ത് ചെയ്തു? യാ ഇബാദല്ലാഹി അഅ്യിനൂനി എന്ന് പറയുന്ന ഹദീസ്, ആ ഹദീസ് അതിൽ ഷിർക്കില്ല എന്ന് ഒരു വിഭാഗം മുജാഹിദ് പറഞ്ഞപ്പോൾ മറ്റൊരു വിഭാഗം പറഞ്ഞു ആ ഹദീസ് ചർച്ച ചെയ്യാൻ തന്നെ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിനെ അദ്ദേഹം വിമർശിച്ചുകൊണ്ട് പറയുകയാണ്. രാത്രി മഗ്‌രിബ് വരെ ഒന്നെടുത്ത് തീർന്നിട്ടില്ല ആ മനുഷ്യന്റെ മയ്യത്ത് നിസ്കരിക്കാൻ 8 ലക്ഷം ആളെ മയ്യത്ത്. KJന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഉണ്ടല്ലോ ഉമരി സാഹിബ്, അദ്ദേഹം സെൽസബിയിൽ എഴുതിയ ഒരു ലേഖനുണ്ട് ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ കുറിച്ച്. ഇവിടെ നിന്ന് കിട്ടി വായിച്ചാളി, കോപ്പി ചേർത്ത് ഞാൻ തരുന്നുണ്ട്, ഒന്ന് വായിച്ച് പഠിക്കുക. നിങ്ങൾ മനസ്സിലാക്കി. അപ്പൊ ഇമാം നബവിയോ ഏത് നബി? എന്നോടൊരു പണ്ഡിതൻ ചോദിച്ചാ മുജാഹിദ് സെന്ററിന് എന്തോ ഒലക്കമ്മല അഹമ്മദ് ബിൻ ഹംബൽ നിഷേധിക്കട്ടെ, മുബാഹലക്ക് വിളിക്കും ഞാൻ. അപ്പൊ നിങ്ങൾ നോക്കൂ, ഈ മഹാന്മാരായ ഇമാമുകൾക്കാണ് ഷിർക്കും തൗഹീദും തിരിയുക എന്ന വാദത്തിലേക്ക് ഈ ബാലുശ്ശേരി വരെ എത്തി. ഷിർക്കും തൗഹീദും പറയണമെങ്കിൽ ആ അഹ്മദ് ബിൻ ഹംബൽ അതുപോലെ തന്നെ ഇമാം നവവി ഇവരൊന്നും ഷിർക്ക് ചെയ്യാത്തവരാണ്, ഇവരിലൂടെയാണ് നമ്മൾ ഷിർക്കും തൗഹീദും മനസ്സിലാക്കേണ്ടത് എന്ന ആശയത്തിലേക്ക് മുജാഹിദ് ബാലുശ്ശേരി വരെ എത്തിയപ്പോൾ ഈ മൻസൂർ പറയുന്നത് എന്താണ്? ബഹുമാനപ്പെട്ട ഇമാം ഖസ്തല്ലാനിയെയും അതുപോലെ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹി കളിയാക്കുകയല്ലേ, പച്ചഹക്ക് പരിഹസിക്കുകയല്ലേ ചെയ്യുന്നത്? ഇതൊക്കെ ഈ മുജാഹിദ് വിഭാഗം ഓരോ വിഭാഗം പഠിപ്പിച്ചു വിടുന്ന ആശയത്തിന്റെ പാപ്പരത്വം കൊണ്ടാണ് ഇത്തരത്തിൽ മനുഷ്യൻ തരം താഴ്ന്നു പോകുന്നത്. ഇനി നോക്കൂ, ബാക്കി മൻസൂർ പറയുന്നത് കേട്ടോളൂ. അതിന് മുജാഹിദ് ആയിക്കോട്ടെ, ജമാഅത്തെ ഇസ്ലാമി ആയിക്കോട്ടെ, തബ്ലീഗ് ആയിക്കോട്ടെ, സത്യമായിട്ട് പറയണം എന്നുള്ള ആ ഒരു നസീഹത്തോടെ പ്രവർത്തിക്കുന്ന ആളുകൾ എന്ത് പറഞ്ഞു കൊടുക്കും? അല്ല അല്ലാത്ത ആരെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്. എന്താ കാരണം? അല്ല പറഞ്ഞിട്ടുണ്ട്. എവിടെ പറഞ്ഞിരിക്കണ്? സൂറ ഫാത്തിർ 35-ാം അധ്യായം 14-ാമത്തെ ആയത്ത്. അതിൽ എന്താ പറഞ്ഞിരിക്കണ്? ഇൻ തദഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമഉ മസ്തജാബു ലക്കും. ആ ആയത്ത് മുഴുവനായിട്ട് ഓതാൻ മൂപ്പർക്ക് നേരമില്ല. 14-ാമത്തെ ആയത്ത് അതിൽ പറയുന്നത് എന്താണ്? ആ ഫോൺ കോളില് നമ്മളത് പറഞ്ഞതാണ്. നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരൊന്നും പ്രാർത്ഥന കേൾക്കൂല. വലൗ സമയോ അത് അപ്പോൾ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരൊന്നും നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കൂല. ഒന്നാമതായി മൻസൂറിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇൻ തദ്ഉഹും ദആ യദ്ഉ എന്ന ഫിഅലിന്റെ അർത്ഥമാണ് താങ്കൾ വെച്ചത്, വിളിച്ചു പ്രാർത്ഥിക്കുക. ദആ എന്ന ഈ ലഫ്ലിനിക്ക്, ഈ വാക്യത്തിനിക്ക്, ഈ പദത്തിനിക്ക് വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന ഒരു അർത്ഥം അംഗീകൃത ഡിക്ഷണറിയിലോ
അതുപോലെ തന്നെ മുൻകഴിഞ്ഞ അംഗീകരിക്കപ്പെടുന്ന അഹ്ലുസുന്നയുടെ ഏതെങ്കിലും മുഫസ്സിരീങ്ങളോ പറഞ്ഞതായി തെളിയിക്കാൻ താങ്കളെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ ഒരു ഉദ്ധരണി ഉണ്ടെങ്കിൽ കൊണ്ടുവാ. വിളിച്ച് പ്രാർത്ഥിക്കുക എന്നൊരർത്ഥം ദഅയദു എന്ന ഫിഅലിനുണ്ട് എങ്കിൽ അത് കൊണ്ടുവാ, അതിന്റെ പ്രമാണം കൊണ്ടുവാ. വെറുതെ വായി തോന്നി വിളിച്ചു പറയരുത്. ബാക്കി പറയട്ടെ. കേൾക്കുമെന്ന് നിങ്ങൾ കരുതിയാൽ തന്നെ അതിന് ഉത്തരം ചെയ്യാൻ അവരെ കൊണ്ട് കഴിയൂല. ഇൻ തദ്ഉഹും, അവരെ വിളിച്ചാൽ, ആരെ വിളിച്ചാൽ വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് പച്ചക്ക് ദുർവ്യാഖ്യാനം പറയരുത്, വായി തോന്നി ഇത് വിളിച്ചു പറയരുത്. അവരെ വിളിച്ചാൽ, ആരെ വിളിച്ചാൽ? മുഫസ്സിരീങ്ങൾ മുഴുവനും പറഞ്ഞു അൽ ആലിഹത്തല്ലതി തദ്ഉനഹാ മിൻ ദൂനില്ലാ, അല്ലാഹനെ കൂടാതെ അവർ നിങ്ങൾ ആരാധിക്കുന്ന ആ ആരാധ്യരെ വിളിച്ചാൽ, ആ ബിംബങ്ങളെ വിളിച്ചാൽ, ആരാധ്യരാണെന്ന വിശ്വാസത്തോടു കൂടി വിളിച്ചാൽ, നമ്മുടെ ഇവിടെ അഹ്ലുസുന്നയുടെ ആളുകൾ, സുന്നികൾ ആരെങ്കിലും മുഹീദ്ദീൻ ശൈഖിനെ ആരാധിക്കുന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാധിക്കുന്നുണ്ടോ? പോകട്ടെ, ഏതെങ്കിലും ഒരു മഹാനെ ആരാധിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അൽ ആലിഹത്തല്ലതി തദ്ഉനഹാ മിൻ ദൂനില്ലാ, അല്ലാഹനെ കൂടാതെ നിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യരോട് നിങ്ങൾ സഹായം തേടിയാൽ, ആ ആരാധ്യരോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, ആ ആരാധ്യരെ നിങ്ങൾ ഇബാദത്ത് എടുത്താൽ എന്നാണ് ആയത്തിൽ പറഞ്ഞത്. എന്നിട്ട് വായി തോന്നി അർത്ഥം പറയുക. ഞാൻ വെല്ലുവിളിക്കുന്നു ഞാൻ മൻസൂറിനെ. ഇവിടെ ഇൻ തദ്ഉഹും എന്ന് പറഞ്ഞതിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, വഫാത്തായ നബി തങ്ങൾ അള്ളാഹുവിൻ്റെ അടിമയാണ്, റസൂലാണ് എന്ന വിശ്വാസത്തോടു കൂടി, നബി തങ്ങൾ മുഅ്ജിസത്ത് മുഖേന എന്നെ സഹായിക്കുമെന്ന വിശ്വാസത്തോടു കൂടി യാ റസൂലല്ലാ എന്ന് വിളിച്ചാൽ ഈ ആയത്ത് പ്രകാരം ഷിർക്കാണ്, അത് ബഹുദൈവ ആരാധനയാണെന്ന് പറഞ്ഞ ഒരു ഇമാമിന്റെ പേര് പറഞ്ഞെന്നാൽ ഇവിടുന്ന് രോമൺ പറിച്ചു തരും. പച്ചക്ക് നുണ പറയേ. അങ്ങനെ ഒരു ഇമാമും പറഞ്ഞിട്ടില്ല. ഇൻ തദ്ഉഹും ലാ യസ്മഉ എന്ന ഈ ആയത്ത് വെച്ചിട്ട് ഒരു ഇമാമും പറഞ്ഞിട്ടില്ല വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്ജിസത്ത് മുഖേന അള്ളാഹുവിൻ്റെ അടിമയാണ്, റസൂലാണെന്ന വിശ്വാസത്തോടു കൂടി യാ റസൂലല്ലാ എന്ന് തങ്ങളെ വിളിച്ചാൽ, തങ്ങൾ സഹായിക്കുമെന്ന് വിശ്വാസത്തോടു കൂടി തങ്ങളെ വിളിച്ചാൽ ആ വിളി അത് പ്രാർത്ഥനയാണ്, അത് ആരാധനയാണ്, നബി തങ്ങൾ ആരാധിക്കലാണെന്ന് പറഞ്ഞ അംഗീകൃതപ്പെട്ട ഒരു ഇമാമും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും അമാനി മൗലവിന്റെ പരിഭാഷ കൊടുത്തിട്ട് കാര്യമില്ല. അംഗീകരിക്കപ്പെടുന്ന മുസ്ലിം ലോകം അംഗീകരിക്കപ്പെടുന്ന തഫ്സീറുകൾ കൊണ്ടുവാ. അതുകൊണ്ട് മൻസൂറിനോട് പറയാനുള്ളത്, വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് പച്ചക്ക് ദുർവ്യാഖ്യാനം നടത്തരുത്, ഖുർആനിന്റെ പേരിൽ പച്ചക്കളവ് പറയരുത് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. വിവരമില്ലെങ്കിൽ മിണ്ടാതിരിക്കുക, അതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.